എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലഞ്ചിന് എന്തൊക്കെയാണ് റെഡിയാക്കി നോക്കിയാലോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ കുളിച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി. അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. പറയുന്നതിൽ നല്ലത് നോക്കുന്നതല്ലേ അല്ലേ. അപ്പം കാണിച്ചു തരാം ഞാൻ കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ വീഡിയോ കാണുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. കണ്ടില്ല നിങ്ങൾ, കപ്പയുണ്ട്, പിന്നെ ഒരു എന്താണ് നിങ്ങൾ പറയാം, തൈര് മുളക് എന്നോ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ ഒരു കറിയുണ്ട്. അത് മാത്രം മതി കേട്ടോ സത്യം പറഞ്ഞാൽ ചോറിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കണ്ടേ. മുളകിട്ട ചെമ്മീനാണ് ആദ്യം റെഡിയാക്കുന്നത്. പിന്നെ കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിടുക, മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ അതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പുളി ഒഴിച്ചിട്ടുള്ളതാണ് ഈ പുളിയും മുളകെന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പുളിയും മുളകെന്ന് നമ്മൾ ശരിക്കും പറയുക. ഇത് മുളകിട്ടതെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതാണ് ശരിക്കും നമ്മളെ നാട്ടിലെ ഭാഷ. അപ്പം അതാണ്. അത് വേറെ ഇഞ്ചിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതാണ് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇതെല്ലാം. ഇഞ്ചിയൊക്കെ ഇട്ടാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇതാണ് ഇഷ്ടം അവർക്ക്. ചെറുപ്പത്തിലേ അവർ കഴിച്ച് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ പുളിയൊക്കെ ആവശ്യത്തിനായിട്ട് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മുളകും മഞ്ഞളും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ പരിപാടിയൊന്നുമില്ല. ഇത് ഇങ്ങനെയുള്ള ഇതാണ് ഇവർക്ക് കുട്ടികൾക്ക് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നമ്മൾ ചെറുതിലേ അങ്ങനെയാണല്ലോ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. വറക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം വറക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ വെക്കുന്നുണ്ട്. പിന്നെ മുളകിടാൻ അവിടെ പിന്നെ ഞാൻ ചെമ്മീൻ വെച്ചിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇനി എനിക്ക് ഒരു എരിശ്ശേരി ഉണ്ടാക്കണം. വെള്ളത്തിൻ്റെ സൗണ്ടാണേ, സോറി. ഒരു എരിശ്ശേരി ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കപ്പ പുഴുക്ക് ഉണ്ടാക്കണം. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മത്തനും ഇളവനും 2 കുമ്പളങ്ങയും ഓരോ പീസായിട്ട് എടുത്തിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറെ ഈ മത്തന് കുറച്ച് മധുരമല്ലേ, ആ മധുരത്തിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ ഇത് നല്ല ഒരു പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി കുറച്ച് വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഹൈറ്റിൽ ഇട്ട് വെച്ചിട്ട്, അങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിന് ശേഷം പച്ചക്കറിയൊക്കെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കത് വേവിച്ച്, ഞാൻ ഉപ്പും ഒന്നും ഇടുന്നില്ല കേട്ടോ. ഉപ്പ് ഭയങ്കരമായിട്ട് പിടിക്കുന്നതുകൊണ്ടാണ് ഉപ്പിടാത്ത. ഉപ്പ് ലാസ്റ്റേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പം പിന്നെ ഇതിന് തേങ്ങ അരച്ച് വെക്കണം. നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടി തേങ്ങയും കുറച്ച് ജീരകവും മുളകും മഞ്ഞളും ഇത്രയും വേണ്ടും കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ കുറച്ച് വറുത്തിടും. അവസാനം കടുക് പൊട്ടിച്ച് തേങ്ങയും വറവിട്ട് കുറച്ച് ഉണക്കമുളകൊക്കെ ഇട്ട് നല്ല ഒരു വറവിടും. അതിൻ്റെ ആ ടേസ്റ്റ്, ആ വറവിൻ്റെ തന്നെ വേറെ തന്നെ ഒരു ഈ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി മുളകും പുളിയും മുളകൊക്കെ നമുക്ക് റെഡിയായി ഒന്ന് നോക്കിയാലോ. അപ്പം മുളകിട്ടത് ഇതാ കണ്ട റെഡിയാകുന്നുണ്ട്. മീൻ വറുക്കുന്നുണ്ട്, ഒക്കെ റെഡിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പം ഇഞ്ചി ഇടുന്നില്ല, വെളുത്തുള്ളി, ഇതൊന്നും ഈ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ മേലെ തൂവി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അത് റെഡിയായേ. പിന്നെയുള്ളത് നമ്മുടെ ഈ മുളക്, തൈര് മുളക് എന്നോ ഇല്ലേ മുളക് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇതെൻ്റെ ഒരു റെസിപ്പിയാണ്, നോക്കിക്കോ. നമുക്ക് കുറച്ച് തൈര്, കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് അധികം വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക, കുറച്ച് ഉലുവ ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ നമ്മുടെ കായപ്പൊടിയില്ലേ, അത് മസ്റ്റായിട്ടുണ്ട് കേട്ടോ. കായപ്പൊടിയാണ് ഇതിൻ്റെ ആ കായത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഇതിന് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നമ്മളെ പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് പൊട്ടിത്തെറിക്കും, ശ്രദ്ധിക്കണം. അധികം കീറരുത്, കുറച്ച് മാത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈരിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഉപ്പിടാം, കുറേ ഉപ്പ് വാരിയിടരുത്. അപ്പം ഈ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കേട്ടോ. ഇത് നല്ലോണം ഫ്രൈ ചെയ്യുക. ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പ് ഫ്രൈ, ഇതിനൊരു യെല്ലോ കളർ വരും. അപ്പോൾ അതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ. ഇത് മാത്രം മതി ചോറിന്, വേറെ ഒന്നും വേണ്ട. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ തേങ്ങ അരക്കണം ഇനി എരിശ്ശേരിക്ക്. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ട് അരക്കാൻ പോവാണ്. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അരവ് ചേർക്കണം, പിന്നെ വറുത്തിടണം. ഇത്രയൊക്കെ ഇതിന് പണിയുള്ളൂ കേട്ടോ.
അങ്ങനെയാണ്. ഞാൻ ഈ ലഞ്ച് റെസിപ്പി കുറേ ലഞ്ച് റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പുതിയ ചാനലായതുകൊണ്ട് റീച്ച് കുറച്ച് കുറവാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.